ദില്ലിയിലെ വിദ്യാർത്ഥി സമരത്തെ പിന്തുണച്ചതിന് SFIക്കും CPIMനുമെതിരെ RSS മുഖപത്രം ഓർഗനൈസർ. ചൈനീസ് ഫണ്ട് വാങ്ങിയാണ് സമരത്തിന് SFI പിന്തുണ നൽകിയതെന്നാണ് ഓർഗനൈസറുടെ ആരോപണം. എന്നാൽ കോൺഗ്രസിനെതിരെ ഒരക്ഷരം പോലും ലേഖനത്തിൽ പരാമർശിക്കുന്നില്ല. ആ ഓർഗനൈസറിന്റെ ആ ലേഖനമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാ കൂടുതൽ വിവരങ്ങളുമായി ഷമ്മി പ്രഭാകർ കൂടി നമ്മളോടൊപ്പം ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. ഷമ്മി, ഈ സമരത്തിന്റെ തുടക്കത്തിലടക്കം നേരത്തെയൊക്കെ ഇത്തരത്തിൽ ഒരു ചൈനീസ് ബന്ധം ആരോപിച്ച് സമരത്തെ പൊളിക്കാനുള്ളൊരു നീക്കം ഒക്കെ ഇത്തരത്തിൽ RSS ഹാൻഡിലുകളൊക്കെ നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഇതാ ഇപ്പോൾ വലിയ തിരിച്ചടിയേറ്റതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ളൊരു വാദവുമായി വീണ്ടും വരുന്നത്. എന്താണ് ഇവർ പറയുന്നത്? തീർച്ചയായും ഈ സമരം വിജയിച്ചതിൽ ഈ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയിൽ ഇവരുടെ ഈ ഒരു രീതിയിൽ ഒക്കെ വല്ലാതെ അസ്വസ്ഥതപ്പെടുകയാണ് സംഘപരിവാർ. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഒബ്സർവറിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇടതുപക്ഷമാണ് ഈ സമരം നടത്തിയത്, ഈ സമരത്തിന് പിന്നിൽ പൂർണ്ണമായും ഇടതുപക്ഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനത്തിൽ അവർ പറയുന്നത്. CPIMും SFIയും അതുപോലെ തന്നെ AESFും ഒക്കെ തന്നെ ഈ സമരത്തിന് എല്ലാ പിന്തുണയും നൽകി. അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആവിഷ്കരിച്ചത്. അതുമാത്രവുമല്ല, ഈ ലേഖനത്തിൽ പിന്നീട് പഴയ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ചേർത്ത് വെച്ചിട്ട് ഒരു പഴയ ഒരു കുപ്പിയിൽ ഒരു അതേ ലൈനിൽ പണ്ട് ഇവർ എടുക്കുന്ന അതേ ലൈനിൽ തന്നെ ഇപ്പോഴും കാര്യങ്ങളെ അവർ കാണുന്നു എന്നുള്ളതാണ്. വസ്തുതാപരമായ ഈ ഒരു വിശകലനത്തിന് ഈ സംഘപരിവാർ ഒരു കാലത്തും അവർ തയ്യാറാവുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. ഈ വിദ്യാർത്ഥികളുടെ വിഷയം എന്താണ്? BJP അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര തവണ ചോദ്യപേപ്പർ ചോരുന്നു, അതിനൊരു സുതാര്യമായ ഒരു സംവിധാനമില്ല. ഒരു NET എന്ന് പറയുന്ന ഒരു ഏജൻസി രൂപീകരിച്ച് കുറച്ച് താൽക്കാലിക ജീവനക്കാരെ വെച്ച് ഒരു പ്രൈവറ്റ് ഏജൻസിയെ പോലെ ഒരു സംവിധാനം കൊണ്ടുപോകുന്നു. അതിലൊന്നും അവർക്കൊരു പരാതിയുമില്ല. വിദ്യാർത്ഥികൾ ഈ വിഷയം ഉയർത്തി, SFI അതിന് പിന്തുണ നൽകി, AESF അതിന് പിന്തുണ നൽകി. ആ ഒരു വിഷയമാണ് ഇവരെ വല്ലാതെ പ്രൊവോക്ക് ചെയ്യുന്നത്. എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് സംഘപരിവാറിന്റെ ചോദ്യം. ഈ നാട്ടിലെ വിദ്യാർത്ഥികളോട് നേരത്തെയും ഇവർ എടുത്തിട്ടുള്ള സമീപനം എന്താണ് എന്നുള്ളത് നമുക്കറിയാം. കർഷകരോട് എടുത്തിട്ടുള്ള സമീപനം എന്താണെന്നറിയാം. ഏതൊരു സമരം ചെയ്യുന്നവരെയും ഒന്നിൽ പാകിസ്ഥാനികൾ, അല്ലെങ്കിൽ രാജ്യദ്രോഹികൾ, അല്ലെങ്കിൽ ഉമർ ഖാലിദിന്റെ അനുയായികൾ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന സ്ഥിരം ശൈലി ഇവിടെയും അവർ ആവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതൊന്നും വിദ്യാർത്ഥികളോ ജനങ്ങളോ അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് ഈ കേന്ദ്രമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നത്. ഈ വിദ്യാർത്ഥികൾ പറഞ്ഞ ആവശ്യങ്ങൾ ഒന്നടങ്കം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത്, ഇപ്പോൾ പാർലമെന്റിൽ ഒരു ബില്ലടക്കം കൊണ്ടുവരാൻ തയ്യാറായത്. എന്തായാലും ഈ ഒരു ലേഖനത്തിൽ അവരുടെ അമർഷം, ഇടതുപക്ഷത്തോടുള്ള അവരുടെ അമർഷം അവർ വളരെ കൃത്യമായി പ്രകടിപ്പിക്കുന്നു. മറ്റ് ശ്രദ്ധേയമായ ഒരു കാര്യം, കോൺഗ്രസിനെതിരെ, NSUവിനെതിരെ അല്ലെങ്കിൽ KSUവിനെതിരെ ഒരക്ഷരം പോലും ഈ ലേഖനത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ്. അതായത് ഈ സമരത്തിൽ ഒരു പങ്കും കോൺഗ്രസോ KSUവോ നടത്തിയിട്ടില്ല എന്ന് RSSും തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അക്ഷയ്.